ഗൈസ്, വണ്ടിപ്രാന്തന്മാരുടെ ഹരമായിട്ടുള്ളൊരു വാഹനം, വണ്ടിപ്രാന്തന്മാരുടെ വികാരമായിട്ടുള്ളൊരു വാഹനം, മാരുതി സുസുക്കി എന്ന് പറഞ്ഞൊരു കമ്പനി ഇതുവരെ ഇറക്കിയതിൽ ഇന്ത്യയിലെ വണ്ടിപ്രാന്തന്മാരിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരേ ഒരു ഐറ്റം. ഇനി ഓഫ് റോഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഓഫ് റോഡിങ് കപ്പാസിറ്റി ഉള്ള ഒരേ ഒരു SUV എന്ന് പറയാം നമ്മുടെ മാരുതി സുസുക്കിയുടെ ജിപ്സി. ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അതും ഈ ഒരു വണ്ടി നിങ്ങൾക്കറിയാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ 1 അല്ല 2 അല്ല 3 അല്ല 5 അല്ല 10 അല്ല 20 അല്ല 24 മില്യൺ അടിച്ച ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉപകാരമായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്ത ഈ ഒരു കിടിലൻ ജിപ്സിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് കാണാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. ഈ വാഹനം 2008 മോഡൽ വാഹനമാണ്. 1.3 ലിറ്റർ 5 ഗിയർ ബോക്സ് വരുന്ന പെട്രോൾ 4x4 വാഹനം. ഈ ഒരു വാഹനം നമ്മൾ മാരുതി ജിപ്സിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് എല്ലാവരും പറയുന്നത് ഇതിൻ്റെ ഒരു സൈസാണ്. കണ്ടില്ല, എനിക്കിങ്ങനെ പിടിക്കാം ഈ ഒരു വാഹനം. ഈ ഒരു സൈസ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആ ഒരു ഓഫ് റോഡ് പർപ്പസിന് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു സൈസ് നമുക്ക് അത്രയധികം യൂസ്ഫുള്ളാണ്. കാരണം ഏതൊരു ടെറൈനിൽ കൂടെ ആണെങ്കിലും ഏതൊരു സ്ഥലത്തെ കൂടെ ആണെങ്കിലും ഈ ഒരു വണ്ടി അനായാസമായിട്ട് കയറി പോകുന്നതും ഈ ഒരു കോമ്പാക്റ്റ് സൈസിൽ ഉള്ളതുകൊണ്ടാണ്. പല വലിയ വാഹനങ്ങൾ 4x4 വാഹനങ്ങളും കയറാത്ത വഴിയിലൂടെ ഇതിന് പോകാൻ പറ്റുന്നത് ആ ഒരു ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ഊടുവഴി കൂടെ ആണെങ്കിലും ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപാട് യൂസിന് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്ത് ഈ റോഡുകളൊന്നും ഇത്ര ഡെവലപ്ഡ് അല്ലാത്ത സമയത്ത് ഒരുപാട് യൂസ് ഈ ഒരു വാഹനം കൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ സിനിമകളിലും നമുക്ക് കണ്ടറിയാം ഇത്രയും അധികം ഇത്രയും ക്യൂട്ടായിട്ടുള്ളൊരു വാഹനം, ഭയങ്കര ഡിസൈനും കൊണ്ട് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വാഹനമായതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകളിൽ നായകന്മാർ യൂസ് ചെയ്യുന്നൊരു മെയിൻ വാഹനമായിട്ട് പഴയ സിനിമകളിലെല്ലാം ഇത് മാറിയിട്ടുണ്ട്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് കുറേ സിനിമകളുണ്ട്. ഇപ്പോൾ വിജയുടെ ആണെങ്കിലും നമ്മുടെ ദിലീപേട്ടൻ്റെ അടിസഖ്യാണെങ്കിലും എല്ലാം അടിപൊളി റീച്ചുള്ള വാഹനം, റീച്ചുള്ള ഒരു സിനിമയാണ്. അതിലേറ്റവും കൂടുതൽ വണ്ടിപ്രാന്തന്മാർ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ഇപ്പോഴും തരംഗമായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വണ്ടിയെക്കുറിച്ച് തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ സ്റ്റോക്കായിട്ട് വരുന്ന ആ ഒരു ഗ്രില്ല് തന്നെയാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് മാരുതി സുസുക്കിയുടെ പഴയ ലോഗോ കാണാം. പിന്നെ മുകളിൽ സുസുക്കിന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഓടുന്ന ഒരു ജിപ്സി പോലും കറക്റ്റ് സ്റ്റോക്ക് കണ്ടീഷനിൽ വരുന്നില്ല. കാരണം റീപെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അവിടുത്തെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ സുസുക്കി സ്റ്റിക്കറാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു രണ്ട് ഫോഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് വരുന്നത് സ്റ്റോക്ക് വരുന്ന ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഇത് വരുന്നത്. സ്റ്റോക്കല്ല, എന്നാലും ആ ഒരു ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ പലരും നല്ല അടിപൊളി പുതിയ മോഡൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഫ്രണ്ടിൽ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തതെങ്കിലും വളരെ ക്യൂട്ട് ലുക്കിൽ തന്നെയാണ് ഈ ഒരു വണ്ടി ഇപ്പോഴും ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ബമ്പറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബമ്പർ കസ്റ്റം ആ ഒരു ഓഫ് റോഡ് ബമ്പറാണ് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ഗ്രീൻ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടയറിൻ്റെ കാര്യത്തിലും ടയർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ടയർ 235, 75, 15 ഇഞ്ച് ടയറാണ് ഇട്ടേക്കുന്നത്. ഓഫ് റോഡ് റിം ഇട്ടുകൊണ്ടും ആ ഒരു ലുക്ക് വണ്ടിക്ക് നല്ല രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് പർപ്പസിന് യൂസ് ചെയ്യുന്ന സമയത്ത് മിക്കവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനം വലിയ രീതിയിൽ ലിഫ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ ഓഫ് റോഡ് പർപ്പസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളൊരു ഓഫ് റോഡ് കോമ്പറ്റീഷൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് കുറച്ചുകൂടിയും ഈ ഒരു വാഹനം ലിഫ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായനെ എന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ഓഫ് റോഡ് കോമ്പറ്റീഷന് പോയിട്ട് പോലും നമ്മളവിടെ നിന്ന് ഒരു കപ്പ് മേടിച്ചിട്ടാണ് വന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി അത്രയും അടിപൊളിയായതുകൊണ്ട്, അത്ര കോമ്പാക്റ്റായിട്ട് ഇത്രയും ചെറിയ സൈസിൽ വാഹനം ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനം നല്ല രീതിയിൽ ഓഫ് റോഡ് കോമ്പറ്റീഷന് യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിനൊരുപാട് സഹായിക്കുന്നതാണ് ഈ ഒരു ടയർ അപ്ഗ്രേഡേഷൻ. അതിന് എല്ലാവരും തന്നെ ഇപ്പോൾ ഒരു വാഹനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡ് കോമ്പറ്റീഷൻ റാലിക്കൊക്കെ ഇറക്കാനാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന കുറച്ച് മാറ്റങ്ങൾ മാത്രമാണ് ഫ്രണ്ടിൽ വരുത്തിയിട്ടുള്ളത്. ഓവറോൾ വണ്ടി പിന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് അടിപൊളിയാണ്. ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലൊരു 2 ലൈറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഈ ഒരു വാഹനത്തിൻ്റെ കളറ് തന്നെയാണ്. ഈ ഒരു വാഹനം നമ്മളെവിടെ കൊണ്ടുപോയാലും ഇതിൻ്റെ ഒരു ലുക്കും കളറും കാരണം ആരും ശരിക്കും നോക്കി നിന്ന് പോകും. നമ്മൾ ഉള്ളിലിരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. കാരണം എല്ലാവരും വണ്ടിയുമ്പോൾ നോക്കിയിട്ട് പോകുള്ളൂ. ആ ഒരു രീതിയിലാണ് വണ്ടിയുടെ പെയിൻറ്റിങ്ങും കളറും കാര്യങ്ങളൊക്കെ. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. സുസുക്കിയുടെ ബാഡ്ജിങ്ങുള്ള ഒരു ഡോർ ഹിഞ്ച് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പർപ്പസ് ശരിക്കും
ഇങ്ങനെ ചവിട്ടി കയറാവുന്നതാണ്. പക്ഷേ ഇതൊരു ഭംഗിക്കാണ് പലരും വയ്ക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓഫ് റോഡ് വണ്ടികൾക്ക് മിക്കവർക്കും അത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ നമുക്ക് ചവിട്ടി കയറാൻ പ്രത്യേകിച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഫെൻഡർ ഈ ഒരു വീലാർച്ച് വരുന്നത് അത്യാവശ്യം കുറച്ച് വൈഡായിട്ടാണ് വരുന്നത്. അത് ആ വണ്ടിക്കൊരു കുറച്ചുകൂടി ഒരു മാസീവ് ലുക്ക് തരുന്നുണ്ടെന്നാണ് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ബാക്കിൽ ഇപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനെ ഓപ്പണായിട്ടാണ് ഇടുന്നത്. ഈ ഒരു വാഹനത്തിനും ഓപ്പണായിട്ട് ഇടുകയാണ്. ശരിക്കും ക്ലോസ്ഡ് ഇടുമ്പോൾ ആ മുകൾ വശം ഇങ്ങനെ പൊന്തി നിൽക്കുന്നൊരു ലുക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ബാക്ക് സൈഡിൽ പ്രത്യേകിച്ച് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആ ഒരു സ്റ്റെപ്പിന് ടയർ വെച്ചിട്ടുണ്ട്. പിന്നെ നോർമൽ വാഹനത്തിന് വരുന്ന പോലെ ബ്രേക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ഡോറൊക്കെ നമുക്ക് ഈസി ആയിട്ട് തുറക്കാൻ പറ്റും. പക്ഷേ ഈ വാഹനത്തിന് തുറക്കുന്നില്ല, ഇവിടെ ലോക്കായിരിക്കും. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എക്സോസ്റ്റ് ഇരിക്കുന്നത് ഇങ്ങനെ കേട്ടോ. എക്സോസ്റ്റ് ഇങ്ങനെ ഈ ഒരു റൈറ്റ് സൈഡിലേക്കാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം റീപെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് ബാഡ്ജിങ് കാര്യങ്ങളും കമ്പനി വരുന്ന ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനില്ല. എങ്കിലും ഈ ഒരു വാഹനം ആ ഒരു റെഡ് കളറിലുള്ളതുകൊണ്ട് വളരെ അടിപൊളി ലുക്കിൽ തന്നെയാണ് ഈ ഒരു വാഹനം. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് നോക്കാം. ഇതിൻ്റെ ഹാൻഡിൽസൊക്കെ ഈ ഒരു മോഡൽ ഹാൻഡിൽസാണ് ഇതിലുള്ളത്. പക്ഷേ ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല, അടിപൊളി ലുക്കാണ് എന്നൊക്കെ പറയാം. എങ്കിലും ആ ഒരു പഴയൊരു മോഡൽ ഒരു ലുക്കില്ലേ, നമ്മളൊരു ശരിക്കും ഒരു വിൻറ്റേജ് ലുക്ക്, ആ ഒരു ഫീലാണ് അടിപൊളി എന്ന് പറയുന്നത്. അല്ലാതെ ഒരുപാട് ഫീച്ചറിസ്റ്റിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ കുത്തിക്കയറ്റിയിട്ടുള്ള ഒരു വാഹനം അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിലൊരുപാട് ഇലക്ട്രിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ ഫീച്ചർ പരമായിട്ടോ ഒരുപാട് എലമെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഇതിൽ പവർ വിൻഡോ AC പോലും കമ്പനി ഈ ഒരൊറ്റ മോഡലിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇവിടെ നമുക്ക് നോർമൽ മിറർ ഉണ്ട്. പിന്നെ ഇവിടെ ഇതുണ്ടായിരുന്നു, ഷെയ്ഡ് കവർ ചെയ്യാനുണ്ടായിരുന്നു, അത് ഇതിൽ മിസ്സിങ് ആണ്. പിന്നെ മുകളിൽ സോഫ്റ്റ് ടോപ്പാണ്, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ് ടോപ്പ് കൊണ്ട് വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം മൊത്തം ഊരിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫീലാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ വണ്ടി കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പാടുണ്ട്. കാരണം ഒന്നില്ലെങ്കിൽ നല്ല ചൂടായിരിക്കും, അല്ലെങ്കിൽ നല്ല മഴയായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു മൂന്നാറൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഇത് മൊത്തം ഊരിയിട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നൈസായിരിക്കും. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിങ് വരുന്നത് ഈ ഒരു മോഡലാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. ആ ഒരു പഴയ ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് ഇതിലിരിക്കുന്നത്, വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ തന്നെ ലിവറുകളെല്ലാം തന്നെ ആ ഒരു പഴയ സംഭവം തന്നെയാണ്. മീറ്ററും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഒറിജിനൽ വരുന്നത്. അതിൽ നമ്മൾ ആ ഒരു ഗ്രീൻ കളർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് വേറൊരു മീറ്റർ വെച്ചിട്ടുണ്ട്, അത് വർക്ക് ചെയ്യും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ ആ ഒരു പഴയ സംഭവം തന്നെയാണുള്ളത്. നമുക്കിവിടെ 4x4 മാറ്റാനുള്ള ഒരു ലിവറുണ്ട്, ചെറിയ ലിവർ, കുട്ടി ലിവർ. പിന്നെ ഇതിൻ്റെ ആ ഒരു ഗിയറിൻ്റെ പൊസിഷൻ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് എന്താ പറയുക, ഭയങ്കര കംഫർട്ടിന് വേണ്ടിയിട്ടല്ല എങ്കിലും അടിപൊളി ഒരു ഓഫ് റോഡ് വാഹനത്തിൽ അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് വാഹനത്തിൽ ഉണ്ടാകേണ്ട ഒരു വിൻറ്റേജ് ലുക്ക്, ഒരു റെട്രോ ലുക്ക് ഈ ഒരു വാഹനത്തിനുണ്ട്. ഒരു കുഞ്ഞൻ വാഹനം എന്ന് വെച്ചാൽ എല്ലാവരും കളിയാക്കുമെങ്കിലും ഈ ഒരു വണ്ടിയുടെ ആ ഒരു വലിപ്പക്കുറവ് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ വലിപ്പം. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ ആർമി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊരു വാഹനം ചിലപ്പോൾ ഈ ഒരു വാഹനമായിരിക്കും. 2018 ഈ ഒരു വാഹനം നിർത്തിയിട്ട് പോലും ഇന്ത്യൻ ആർമിക്ക് വേണ്ടി കമ്പനി ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ വീണ്ടും അത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ വണ്ടിയുടെ ആ ഒരു എന്താ പറയുക, അവർക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു കംഫർട്ട്, അതുപോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ട്രസ്റ്റ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ്. 1985 ഈ ഒരു വാഹനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് 1 ലിറ്റർ എഞ്ചിനായിരുന്നു, അതുപോലെ തന്നെ 4 ഗിയർ ബോക്സ് ആയിരുന്നു. അതിനുശേഷം 96 ഇത് 1.3 ലിറ്റർ ഇറങ്ങിയത്. അതുപോലെ തന്നെ ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു 2018 വരെ വാഹനം ഉണ്ടായെങ്കിലും ഒരു വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ചെറിയ രീതിയിൽ സൈസൊന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വൈഡാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എൻജിനിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു, 1.3 ലിറ്റർ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗിയർ ബോക്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചാൽ വേറെ മാറ്റങ്ങളൊന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ അതുവരെ വന്നിട്ടില്ല. അങ്ങനെ കുറേ പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുമെങ്കിലും ഈ ഒരു വാഹനത്തിൽ ബാക്ക് സീറ്റിലിരുന്നാലുള്ള ആ ഒരു എന്താ പറയുക, ഫീല് അത്ര നല്ല ഫീലൊന്നുമല്ല. കാരണം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ലീഫ് സസ്പെൻഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ യാത്രാസുഖം വളരെ കുറവുള്ളൊരു വാഹനമാണ്. എനിക്ക് തോന്നുന്നു ഡ്രൈവർ ഫ്രണ്ട് സീറ്റിലിരുന്നാൽ പോലും തന്നെ നമുക്ക് ആ ഒരു ഫീല് അല്ലെങ്കിൽ യാത്രാസുഖം എന്ന് പറഞ്ഞൊരു ഫീൽ ഇതിൽ നമുക്ക് കിട്ടില്ല. ഇതിൽ ശരിക്കും വരുന്നത് പഴയ ആ ഒരു വിൻറ്റേജ് വണ്ടികളൊക്കെ ഓടിക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ ആ ഒരു ഇളക്കവും ആ ഒരു ഫീലും ഒക്കെയാണ് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. അതായത് നമുക്ക് അങ്ങനെയുള്ളൊരു വാഹനം, പഴയൊരു വാഹനം ഓടിക്കുമ്പോൾ ഉള്ള ആ ഒരു കുലുക്കവും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ചിലപ്പോൾ ഈ ഒരു വാഹനം ഓടിച്ചാൽ ഇഷ്ടപ്പെടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇതിന് ഫാൻസ് ഉണ്ടെങ്കിലും ഈ ഒരു വാഹനം ഓടിച്ച ആളുകൾ വളരെ കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ ഇതിന് ഫാൻ ബേസ് ഉള്ളതിന് കാരണം തന്നെ ഇതിൻ്റെ ഓഫ് റോഡ് കാപ്പബിലിറ്റി ഉള്ളത് കൊണ്ടും ഇതിൻ്റെ ആ ഒരു ചെറിയ ആ ഒരു എന്താ പറയുക സൈസും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഡിസൈനും കൊണ്ട് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഇതിലുള്ളത്. എന്താ പറയുക, 80 bhp ആണ് ഇതിൻ്റെ പവറെങ്കിൽ പോലും ഈ വണ്ടിക്ക് വലിയ വലിപ്പം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു പവർ നമുക്കിതിൽ ഫീൽ ചെയ്യും.
മാരക ഒരു പവർ, നമ്മൾ താറോടിക്കുന്ന പവറും അല്ലെങ്കിൽ താറോടിക്കുന്ന ഫീലൊന്നും ഇതിൽ നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ, ഇത്രയും ചെറിയൊരു വാഹനത്തിൽ ആ ഒരു പവർ ഓക്കെ ആണെന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം എങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു രീതിയിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സും കുറച്ചുകൂടി പവറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ജിപ്സി തന്നെ അവർ ഇറക്കിയിരുന്നെങ്കിൽ അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ജിംനി ഇറക്കുന്ന സമയത്ത് എല്ലാവർക്കും വളരെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു പകരക്കാരനാവും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പുതിയൊരു തലമുറയായിരിക്കും ജിംനി എന്നുള്ളത്. എന്നാൽ എല്ലാവരും ഡിസപ്പോയിൻറ്റഡ് ആയിക്കൊണ്ട് സൈസിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്, എങ്കിലും അത്രയും ഒരു ഓളം ഉണ്ടാകാൻ ജിംനിക്ക് കഴിഞ്ഞില്ല. ഇനി നമുക്കിതിൻ്റെ ഒരു യൂസർ റിവ്യൂ നോക്കാം. അതായത് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവായിട്ട് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഓവറോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അതായത് ഇതിൻ്റെ ഒരു ഡിസൈൻ, ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് മാരക ലുക്കാണ്. നമ്മൾ എവിടെ കൊണ്ടുപോയാലും അത്ര അറ്റൻഷൻ കിട്ടുന്ന ഒരു കിടിലൻ ലുക്കാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സൈസ്, ആ ഒരു സൈസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലൂടെയും വാഹനം എടുത്തു പോകാമെന്നുള്ളതും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഒരുപാട് വലിയ ഇലക്ട്രിക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മെയിൻ്റനൻസും കാര്യങ്ങളും വരുന്നില്ല എന്നുള്ളതും ഒരു പോസിറ്റീവാണ്. ശരിക്കും പോസിറ്റീവ് പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു വാഹനത്തിൽ. പിന്നെ അതിൻ്റെ ഒരു ഓഫ് റോഡ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ ആ ഒരു ക്യാപ്പബിലിറ്റിയും അതുപോലെ തന്നെ മാരുതി സുസുക്കി എന്ന് പറയുന്ന ബ്രാൻഡിനോടുള്ള നമ്മുടെ ആ ഒരു ട്രസ്റ്റും റിയബിലിറ്റിയൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവൊക്കെ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നെഗറ്റീവ് ഒരുപാട് ഉണ്ടെന്നില്ല. കാരണം ഒരുപാട് പഴയ വാഹനമാണല്ലോ. അപ്പോൾ അന്നത്തെ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ വാഹനങ്ങൾക്കെല്ലാം ആ ഒരു കുറവുകളുണ്ടായിരുന്നു. എങ്കിൽ കൂടി നമുക്ക് ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മൈലേജിനെ കുറിച്ചിട്ടാണ്. ഇതൊരു പെട്രോൾ വാഹനമാണ്. അപ്പോൾ മൈലേജ് നമുക്ക് ഏകദേശം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ യൂസ് ചെയ്യുമ്പോൾ നെഗറ്റീവുകൾ പറയാം. നമുക്ക് 10-ൽ താഴെ മാത്രമേ ഇതിൽ മൈലേജ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനം മൈലേജ് നോക്കി എടുക്കുന്നവർ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളവർ എടുക്കേണ്ടതെന്ന് തന്നെ പറയുള്ളൂ. അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് എടുത്തു പറയേണ്ടത്, ഇത് നമുക്ക് ഓടിക്കുമ്പോൾ അതൊരു ഫാമിലി യൂസിനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ലോങ് റൈഡിനാണെങ്കിലോ അത്ര ഒരു യാത്രാസുഖം എക്സ്പെക്റ്റ് ചെയ്ത് ആരും എടുക്കരുത്. ഇതൊരു ഓഫ് റോഡ് പർപ്പസിന് നമ്മൾ നോർമൽ റോഡിൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കംഫർട്ട് ഒന്നും കിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഈ ഒരു വാഹനത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് ഫാൻസ് എന്ന് പറയുന്നവർ പോലും ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനും ആ ഒരു സൈസും ആ ഒരു മെയിനായിട്ട് ഡിസൈൻ അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫാനായിട്ടുണ്ടാവുക. ഒരുപാട് പേര് ചിലപ്പോൾ ഈ ഒരു വാഹനം ഓടിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. ഓടിക്കുമ്പോൾ ഉള്ളൊരു ഡ്രൈവിംഗ് ഫാൻ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചിലപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഉണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ ഒരുപാട് നെഗറ്റീവ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്തിലാണെങ്കിൽ പോലും നമുക്ക് ഒരു പവർ സ്റ്റിയറിങ്ങോ അതുപോലെ തന്നെ ഒരു പവർ വിൻഡോ അങ്ങനത്തെ കാര്യങ്ങൾ, AC പോലുള്ള കാര്യങ്ങൾ അവർ 2018 വരെയൊക്കെ ഈ ഒരു വാഹനം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നില്ല എന്നുള്ളത് വളരെ നെഗറ്റീവാണ്. ഇപ്പോഴും ജിപ്സി എന്ന് പറഞ്ഞൊരു വാഹനത്തിന് മാർക്കിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ, യൂസ്ഡ് മാർക്കിൽ എടുത്ത് ജിംനി വന്നേ പിന്നെ കൂടിയിട്ടുണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മോഹവിലയൊക്കെ പറയുകയാണെങ്കിൽ ഒരു 4 ലക്ഷത്തിനും ഒരു 7 ലക്ഷത്തിനുള്ളിലും ഒക്കെ അത്യാവശ്യം വാഹനങ്ങൾ റേഞ്ച് പോകുന്നുണ്ട്. ചിലർ 10 ലക്ഷത്തിനൊക്കെ വരെ വിൽക്കുന്നവരുണ്ട് കേട്ടോ ആ ഒരു മോഹവിലയ്ക്ക്. കാരണം അത്ര നല്ല രീതിയിൽ ഓഫ് റോഡും കാര്യങ്ങൾക്ക് വേണ്ടി സ്പെക്ക് ആക്കിയിട്ടും ഒരുപാട് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റേറ്റിലേക്ക് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ യൂസ്ഡ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ളതും അത്ര റേറ്റും വരുന്നൊരു വാഹനം തന്നെയാണ് ഈ ഒരു വാഹനം. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു പഴയ വാഹനം, ഇത്രയും പഴയൊരു വാഹനം കൊണ്ട് നടക്കുമ്പോൾ മെയിൻ്റനൻസിൻ്റെ കാര്യമൊക്കെ കറക്റ്റായിട്ടൊന്നും എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സർവീസ് സെൻറ്ററിൽ വേണമെങ്കിൽ പണിയാൻ പറ്റും. എങ്കിലും പഴയൊരു വാഹനമായതുകൊണ്ട് ചില പാർട്സ്, അതായത് കോമൺ അല്ലാത്ത കുറേ പാർട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഡിലേ ഉണ്ടാവും വരാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് റേറ്റ് ഉണ്ടാവും. എങ്കിൽ പോലും നമുക്ക് നോർമൽ ആ ഒരു എക്സ്പെൻസിന് അപ്പുറത്തേക്ക് നമ്മൾ അതൊരു ഓഫ് റോഡ് പർപ്പസിലേക്ക് പണിയുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു സ്പെക്കിലേക്ക് മാറ്റുന്നുണ്ടെങ്കിലോ മാത്രമാണ് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് വരുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ മെക്കാനിക്കൽ സൈഡിലാണെങ്കിലും എഞ്ചിൻ സൈഡാണെങ്കിലും എല്ലാ സൈഡാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഫീച്ചറോ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഒരുപാട് സെൻസറും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ആ ഒരു എക്സ്പെൻസ് നമുക്ക് വരുന്നില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. നമുക്ക് ഒരു ലോ ബഡ്ജറ്റിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും നമ്മൾ ഇതിൽ ഇടുന്നില്ല. മാക്സിമം അറിയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഓടിച്ച് നോക്കുക. ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡ്രീം വാഹനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വാഹനം എടുത്താൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. നമ്മളൊരു ലോങ് റൈഡിനോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ പർപ്പസിനല്ല, നമ്മുടെ ആ ഒരു ഇഷ്ടത്തിന് ഈ ഒരു വാഹനം കൊണ്ടു നടക്കാൻ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിലൊരു ഷോ കാണിക്കാനും പറ്റിയൊരു കിട്ടുള്ള വാഹനം തന്നെ ആയിരിക്കും. കാരണം നിങ്ങൾ ഈ ഒരു വാഹനം കൊണ്ടുപോകുകയാണെങ്കിൽ, നല്ല രീതിയിലാണ് കൊണ്ടു നടക്കണമെങ്കിൽ ഇത് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. എല്ലാവരും നിങ്ങളെ നോക്കും.
ആ ഒരു പർപ്പസ് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുപോലുള്ള വാഹനങ്ങളുടെ അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങളുടെ റിവ്യൂസ്, അതുപോലെ തന്നെ യൂസ്ഡ് കാർസിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ, പുതിയ പുതിയ വീടിൻ്റെ ഡിസൈൻ്റെ ഐഡിയകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസിലൂടെ അടുത്തായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും. ബൈ ബൈ.